ഈ യാത്രയിൽ ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങ് തീർന്നില്ലാതായി പോയിട്ടില്ല, തിരിച്ചു വരാനുള്ള ഒരു 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 പെടച്ചിലൊക്കെ കോൺഗ്രസ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശി പാർട്ടിയുടെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ, അതോ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ അതിപ്പോൾ അതിൻ്റെ ക്ഷയിച്ച് അതില്ലാതായിരിക്കുന്ന അവസ്ഥയാണോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളത്? ഞാൻ ഈ റൂട്ട് വെച്ച് പറഞ്ഞുതരാം. പഞ്ചാബിൽ കോൺഗ്രസ് ഉണ്ട്, ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അതവിടെ കോൺഗ്രസ്സിന് സംഘടനാ സംവിധാനമുണ്ട്. പക്ഷേ അവിടെ ഭൂരിഭാഗം സീറ്റുകളിലും ആം ആദ്മി പാർട്ടി ജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഹരിയാനയിലേക്ക് വരുമ്പോൾ ഹരിയാനയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. അത് നമുക്ക് കാണാൻ പറ്റും. അത് ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന് പറഞ്ഞിട്ടുള്ള തലയെടുപ്പുള്ള ഒരു നേതാവ് നിൽക്കുന്നുണ്ട്. അയാളുടെ മകൻ ദീപേന്ദർ സിംഗ് ഹൂഡയും സജീവമാണ്. ഇവർക്കൊക്കെ ഒരു ജാട്ട് സമുദായത്തിൻ്റെ ഒക്കെ ഒരു പിന്തുണയുണ്ട്. അതുമാത്രമല്ല, തൊഴിലില്ലായ്മ, കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും ഹരിയാന സർക്കാരിൻ്റെയും സമീപനം തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ കോൺഗ്രസിന് അനുകൂലമാണ്. കോൺഗ്രസ് ഹരിയാനയിലുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് ഹരിയാനയാണ്. ഹരിയാന കഴിഞ്ഞ് ഡൽഹിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 13% വോട്ടുള്ള ഒരു പാർട്ടിയായിട്ടാണ് മാറിയത് കോൺഗ്രസ്. അതായത് നേരത്തെ ഉള്ള ഒരു 7% നിന്ന് ഒരു 6% വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ആവേശത്തിന് പുറമെ ഇന്ത്യ സഖ്യം ആയതിൻ്റെ ആവേശം കോൺഗ്രസ്സിന് ഡൽഹിയിലുണ്ട്. 3 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. കനയ്യകുമാറിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് അറിയാവുന്ന നേതാവൊക്കെ മത്സരിക്കുന്നതുകൊണ്ട് ഇന്ത്യ സഖ്യം കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുന്ന സ്ഥലമാണ് ഡൽഹി. അതുകൊണ്ട് ഡൽഹിയിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. അത് കഴിഞ്ഞ് യു പിയിലേക്ക് പോകുമ്പോൾ യു പിയിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തേക്കാൾ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ അമേഠി തോറ്റല്ലോ, ഇത്തവണ അമേഠിയിൽ നല്ല പോരാട്ടമുണ്ട്. റായ്ബറേലി രാഹുൽ ഗാന്ധി ഏതാണ്ട് 2 ലക്ഷം വോട്ടിന് ജയിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. റായ്ബറേലി രാഹുൽ ജയിക്കുന്നതിനാണ് നമുക്കും തോന്നിയത്. അതിനപ്പുറത്തേക്ക് യു പി പിടിച്ചെടുക്കാനുള്ള സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിൻ്റെ ശ്രമങ്ങൾക്ക് കരുത്ത് പകരുന്ന ഒരു ശേഷിയായി കോൺഗ്രസ് അവിടെ അവശേഷിക്കുന്നില്ല. 7% എങ്കിലും വോട്ട് നേടാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ 5%ലേക്കൊക്കെ വീണ് പോയിട്ടുണ്ട് കോൺഗ്രസ്. പക്ഷേ യു പിയിൽ എല്ലാ ഭാഗത്തും കോൺഗ്രസ്സിന് കുറച്ച് വോട്ടുകളുണ്ട്. അതൊരു വലിയ സംഘടനാ സംവിധാനം യു പിയിലില്ല. അത് കഴിഞ്ഞ് നമ്മൾ യു പിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകുമ്പോൾ ബീഹാറിൽ നമുക്ക് മുന്നിൽ നേരത്തെയുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ്സിന് അധികം സീറ്റ് കൊടുത്തുകൊണ്ടാണ് അവിടെ ഭരണം തന്നെ നഷ്ടപ്പെട്ടതെന്ന് അവസാനം RJD വിലയിരുത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ തേജസ്വി യാദവിൻ്റെ, നമ്മൾ പറയില്ലേ ചിറകിലേറി പോകുന്നൊക്കെ, തേജസ്വി യാദവിൻ്റെ ചിറകിലേറി കോൺഗ്രസ്സിന് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. അത്ര ഒരു മികച്ച ഒരു സ്വീകാര്യത പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തേജസ്വിക്ക് അവിടെ ഉണ്ട്. അപ്പം തേജസ്വി 19 മാസക്കാലം ഉപമുഖ്യമന്ത്രിയായി ഇരുന്ന സമയത്ത് ഏതാണ്ട് 5 ലക്ഷം ഒഴിവുകളാണ് നികത്തിയത്, ടീച്ചർ പോസ്റ്റ് ഉൾപ്പെടെ. തേജസ്വി കഴിഞ്ഞ ദിവസം പറഞ്ഞു, എല്ലാ ഗ്രാമങ്ങളിലും പോയി നോക്കൂ, അവിടെ തൊഴിൽ കിട്ടിയ ഒരാളെങ്കിലും ഉണ്ടാവും. അവരൊക്കെ മുസ്ലിമാണോ, അതല്ലെങ്കിൽ അവരൊക്കെ യാദവാണോ? എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ആളുകളില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ജാതി മതമൊന്നും നടക്കില്ല, വികസനമാണ്, തൊഴിലാണ് എന്നൊക്കെ പറഞ്ഞ് തേജസ്വിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ തേജസ്വിയുടെ ചിറകിലേറി കോൺഗ്രസ് അല്പം മുന്നോട്ട് പോകും. അല്ലാണ്ട് സ്വതന്ത്രമായി ഫൈറ്റ് ചെയ്ത് പോകാനുള്ള ശേഷിയൊന്നും ബീഹാറിൽ ഇപ്പോൾ കോൺഗ്രസ്സിനില്ല. അത് കഴിഞ്ഞ് ബീഹാർ കഴിഞ്ഞിട്ട് നമ്മൾ ജാർഖണ്ഡിലേക്ക് പോകുമ്പോൾ ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. അത് ജെഎംയുമായിട്ടുള്ളൊരു ധാരണയാണ്. അവിടെ കോൺഗ്രസ് സജീവമായി ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചുകൂടി സീറ്റുകൾ കിട്ടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒഡീഷയിലേക്ക് പോകുമ്പോൾ ഒഡീഷയിൽ തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റിയത്. ഒടുവിലുള്ള ബംഗാളിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ കാര്യമായിട്ട് എവിടെ, ഞാൻ പറഞ്ഞില്ല 250 കിലോമീറ്റർ ദൂരം വണ്ടി ഓടിച്ചിട്ട് ഒരു കൊടി കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഒരു സംഘടനാശേഷി എന്തായിരിക്കും എന്നുള്ളത്, അതാണ് അവസ്ഥ. പക്ഷേ ബംഗാളിൽ 2 സീറ്റ് ജയിച്ചു വരാനുള്ള സാധ്യത ഇപ്പോഴും കോൺഗ്രസിനുണ്ട്. മുർഷിദാബാദ് ജില്ലയിലൊക്കെ ഉള്ളൊരു സ്വാധീനം, അവിടെ CPM-ആയിട്ടുള്ള സഖ്യമൊക്കെ, ഇടത് മുന്നണിയായിട്ടുള്ള സഖ്യമൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഒരു ഒറ്റവാക്ക് പറഞ്ഞാൽ അങ്ങ് തീർന്നില്ലാതായി പോയിട്ടില്ല, തിരിച്ചു വരാനുള്ള ഒരു പെടച്ചിലൊക്കെ കോൺഗ്രസ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ യാത്രയിൽ ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോകും, പലർക്കും അങ്ങനെ രാഹുൽ ഗാന്ധി നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ഇതാണ്. അല്ലാണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമോ നല്ലതോ പറയുന്നില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അറിയാം, ഇഷ്ടമാണ്, അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്.